ഹലോ, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിയേഴ്സൺ വ്യൂലെ ട്രിക്കിനെ പറ്റിയാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് NCLEX RN എക്സാമിന് ശേഷം 48 അവേഴ്സ് കഴിയാതെ നമുക്ക് ക്വിക്ക് റിസൾട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ 48 അവേഴ്സ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കായി ട്രൈ ചെയ്യാവുന്ന ഒരു ട്രിക്കാണ് പിയേഴ്സൺ വ്യൂ ട്രിക്ക്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം നമ്മളൊരു എക്സാം ഷെഡ്യൂൾ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ലാസ്റ്റിൽ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷനിൽ വരുന്ന ചെറിയൊരു ചേഞ്ചസിലാണ് ഒരു ട്രിക്കിൽ കൂടെയാണ് നമുക്ക് നമ്മൾ പാസ്സായോ ഫെയിലായോ നമുക്ക് അറിയാൻ പറ്റുന്നത്. അവിടെ നമ്മൾ നമ്മുടെ കറക്റ്റ് ഇൻഫർമേഷൻ, ക്രെഡിറ്റ് കാർഡിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്നില്ല. അതിനുശേഷം നമുക്ക് ഒരു 3 സെറ്റ് ഓഫ് പോപ്പപ്പ് വരും. എന്ന് വെച്ചാൽ അതിനെ ഗുഡ് പോപ്പപ്പ്, ബാഡ് പോപ്പപ്പ് ആൻഡ് ട്രൈ ലേറ്റർ എന്ന് പറയുന്ന 3 പോപ്പപ്സ് ആണ് ഇവിടെ വരുന്നത്. ആ പോപ്പപ്പിൽ ഗുഡ് പോപ്പപ്പ് ആണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ പാസ്, ആൻഡ് ബാഡ് പോപ്പപ്പ് ആണെങ്കിൽ അത് നിങ്ങൾ ഫെയിൽ ആണ് അർത്ഥം. വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ട്രൈ ഇറ്റ് ലേറ്റർ എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് ആണ്. അതെന്ന് പറയുന്നത് എന്തെങ്കിലും ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് അവർ എൻറ്റർ ചെയ്യാൻ ഡിലേ ആയി ട്രൈ ഇറ്റ് ലേറ്റർ വരാൻ കാരണം ഒന്നിൽ എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് ആകാം, അല്ലെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഇതുവരെ അവർ എൻറ്റർ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് നേരത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്താൽ ബാഡ് പോപ്പപ്പ് ആണോ ഗുഡ് പോപ്പപ്പ് ആണോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ കേസിൽ ഈ പോപ്പപ്പ് ശരിയായിരുന്നു. ഈവൻ ഏകദേശം 90 to 98% ഇത് സക്സസ് ആണെന്നാണ്. എല്ലാവർക്കും സക്സസ് ആയിട്ട് വരാറുണ്ട്, പക്ഷേ 100% ഗ്യാരണ്ടി ഇല്ല. സോ ഇതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ഞങ്ങൾ NCSBൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ രജിസ്ട്രേഷൻ പ്രോസസ് ഹൗ ടു രജിസ്റ്റർ ടു ടേക്ക് ദ NCLEX എന്ന പേജിൽ നമ്മുടെ ഷെഡ്യൂൾ നൗവിൽ ക്ലിക്ക് ചെയ്തു. അവിടെ നമ്മുടെ NCSBN എക്സാം, അവിടെ നമ്മൾ പുതിയൊരു എക്സാമിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് സൈൻ ഇൻ ചെയ്യുകയാണ് NCSBൻ്റെ സൈറ്റിലേക്ക്. അവിടെ നമ്മൾ സ്റ്റാർട്ട് ദ രജിസ്ട്രേഷൻ പ്രോസസ്സ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഏത് ലൈസൻഷ്യർ ബോഡിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഞങ്ങൾ US ലൈസൻഷ്യർ ബോഡിയാണ് ക്ലിക്ക് ചെയ്തത്. അതിനുശേഷം NCLEX RN ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ട്. ഏത് കൺട്രിയാണ്, കൺട്രി ജസ്റ്റ് നമ്മൾ കൺട്രി മാത്രം സെലക്ട് ചെയ്താൽ മതി. കൺട്രി സെലക്ട് ചെയ്തിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാം കോഡും അതുപോലെ തന്നെ ലൊക്കേഷനും വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്ത് നഴ്സിംഗ് പ്രോഗ്രാം ഗ്രാജുവേറ്റ് ചെയ്ത ഇയർ, അതുപോലെ തന്നെ ഡേറ്റ്, അതിനുശേഷം വരുന്നത് നമ്മുടെ എത്നിക് ഗ്രൂപ്പ്, പിന്നെ നമ്മുടെ റെഗുലേറ്ററി ബോഡി ഏതാണ്, ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ വരും, അത് എഗ്രി ചെയ്യുക. ദെൻ നമ്മൾ കാണുന്നത് നമ്മുടെ കാർട്ടാണ്. നമ്മളൊരു പുതിയ എക്സാമിനേഷന് വേണ്ടി ഷെഡ്യൂൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ളൊരു കാർട്ടാണ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളൊരു പേജാണ് വരുന്നത്. അവിടെ കാർഡ് ടൈപ്പും കാർഡ് നമ്പറും ഒക്കെ നിങ്ങൾക്ക് സെയിം നിങ്ങളുടെ ഒറിജിനൽ കാർഡ് നമ്പറും കാർഡ് ഡേറ്റും എല്ലാം ഇൻപുട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നുകിൽ നിങ്ങളുടെ എക്സ്പയറേഷൻ ഡേറ്റ്, കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് റോങ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി കോഡ് റോങ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബാഡ് പോപ്പപ്പ് ആണോ ഗുഡ് പോപ്പപ്പ് ആണോ അതോ മൂന്നാമത്തേതായിട്ടുള്ള ട്രൈ ലേറ്റർ പോപ്പപ്പ് ആണോ വരുന്നതെന്ന് കാണാൻ സാധിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 95 to 98% ആക്യുറേറ്റ് ആയിട്ട് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇനിയും എന്താണ് ഈ ഗുഡ് പോപ്പപ്പ്, പിന്നെ എന്താണ് ബാഡ് പോപ്പപ്പ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ 3 ടൈപ്പ് ഓഫ് പോപ്പപ്സ് എന്ന് പറയുന്നത്. ഗുഡ് പോപ്പപ്പ് ഇവർ പറയുന്നുണ്ട്, അവർ റെക്കോർഡ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് you have recently scheduled this exam, another registration cannot be made at this time. ഇതെന്ന് പറയുന്നത് ഗുഡ് പോപ്പപ്പ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ പാസ് ആയി എന്നാണ്. ബാഡ് പോപ്പപ്പ് എന്ന് പറയുന്നത് the payment was declined, recent invalid security code, contact your credit card company or use a different credit card. അല്ലെങ്കിൽ the payment was declined, recent, contact your credit card company or use a different credit card. ഇതാണ് ബാഡ് പോപ്പപ്പ്. ദാറ്റ് മീൻസ് അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾ ഫെയിൽ ആയെന്നാണ്. വേറൊരു ടൈപ്പാണ് ട്രൈ ലേറ്റർ.
ലേറ്റർ എന്ന് പറഞ്ഞ പോപ്പപ്സ്. അത് ദി കാൻഡിഡേറ്റ് കറൻറ്റ്ലി ഹാസ് ആൻ ഓപ്പൺ രജിസ്ട്രേഷൻ ഫോർ ദിസ് എക്സാം. എ ന്യൂ രജിസ്ട്രേഷൻ cannot be created at this time. Another one, the candidate currently has test results that are on hold. A new registration cannot be created at this time. ഈ പോപ്പപ്സ് ഇങ്ങനെ വരാനുള്ള കാരണം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഗുഡ് പോപ്പപ്പ് മീൻസ് അവരുടെ സിസ്റ്റത്തിൽ നമ്മുടെ ഇൻഫർമേഷൻ ഓൾറെഡി ഉണ്ട്, ആ സിസ്റ്റത്തിലെ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ ഓൾറെഡി പാസ്ഡ് ആണ്, അതുകൊണ്ട് നമുക്ക് വേറൊരു എക്സാം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ അനദർ രജിസ്ട്രേഷൻ cannot be made at this time എന്ന് പറയുന്നത്. അതേസമയം ബാഡ് പോപ്പപ്പിൻ്റെ കേസിൽ അവരുടെ സിസ്റ്റത്തിൽ നമ്മൾ ഫെയിൽ ആണ്, സോ നമുക്ക് വേറൊരു എക്സാം ഷെഡ്യൂൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് തെറ്റാണ്, അതുകൊണ്ടാണ് അവർ പറയുന്നത് വേറൊരു ഡിക്ലൈൻഡ് ആണ്, വേറൊരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ വേറെ ഇൻഫർമേഷൻ കറക്റ്റ്ലി ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത്. പിന്നെ ട്രൈ ലേറ്റർ ഓപ്ഷനകത്ത് പറയുന്നത് എന്തെങ്കിലും ടെക്നിക്കൽ റീസൺ കാരണമോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ അവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിട്ടില്ല, അതായിരിക്കാം ട്രൈ ലേറ്റർ എന്ന ഓപ്ഷൻ കാണിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ട്രൈ ചെയ്യുവാണെങ്കിൽ ഗുഡ് പോപ്പപ്പ് ആണോ ബാഡ് പോപ്പപ്പ് ആണോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ അനദർ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ, ടേക്ക് കെയർ.